ഹായ് ഓൾ, വെൽക്കം ടു iPlus. ഞാൻ അക്ഷര. സീറ്റഡ് പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും നമുക്ക് ലാംഗ്വേജ് കമ്പൽസറി ആയിട്ട് 2 ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഉള്ളവരെല്ലാം ഒരു ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് എടുക്കാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലെ പെഡഗോജി വിഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും കോംപ്രിഹെൻഷനൊക്കെ നമുക്ക് വായിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ശീലമുള്ള ഒരു മേഖലയാണ്. പെഡഗോജി വരുമ്പോഴാണ് പലർക്കും കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ പെഡഗോജി ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എത്ര എണ്ണത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. While planning lesson for young learners, the teacher decided to focus on the total physical response method. Which one of the following should be used to include TPR in the lesson? അപ്പോൾ നോക്കിക്കേ, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് പല വിധത്തിലുള്ള മെത്തേഡുകളുണ്ട്, ടെക്നിക്കുകളുണ്ട്, അപ്രോച്ചുകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു മെത്തേഡാണ് TPR എന്ന് പറയുന്നത്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസും. അപ്പോൾ ഇതുപോലുള്ള എല്ലാ മെത്തേഡുകളെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ബൈലിംഗ്വൽ മെത്തേഡ്, പിന്നെ നമുക്ക് അങ്ങനെ കുറേ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, അങ്ങനെ കുറേ മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളതാണ് ഈ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. കൃത്യമായിട്ട് എന്താണ് ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Must keep activities aside and instead ask questions and motivate them to respond. Must ensure to add some bodily activities in class. Choose activities that help them stay in their seat and work in pairs or group. Must add some ലിസണിങ് ആക്ടിവിറ്റി ഇൻ ക്ലാസ്. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷനൊക്കെ തോന്നുമെങ്കിലും ഒരിക്കലെങ്കിലും ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് എൻഷുർ ടു ആഡ് സം ബോഡിലി ആക്ടിവിറ്റീസ് ഇൻ ക്ലാസ്. ബോഡിലി മൂവ്മെൻറ്റ്സ് കൊണ്ട്, അപ്പം നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ബോഡിലി മൂവ്മെൻറ്റ്സും കൂടെ എൻഷുർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ആ ഒരു ഫിസിക്കൽ എന്നുള്ള വാക്കുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു ക്ലാസ് റൂമിൽ, ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു, കുറച്ച് ബോഡിലി ആക്ടിവിറ്റീസും കൂടെ, ബോഡി മൂവ്മെൻറ്റ്സും കൂടെ ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റിയാണ് നമുക്ക് എവിടെ നടക്കാം, TPRൽ നടക്കാം. ഇത് മുന്നോട്ട് വെച്ചത് ആരാണെന്ന് വെച്ചാൽ ജെയിംസ് ആഷർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The ability to think and talk about languages. ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും കഴിയുന്ന എബിലിറ്റിക്ക് പറയുന്ന പേര് എന്താണ്? മെറ്റാലിംഗ്വിസ്റ്റിക് അവയർനെസ്, നിമോണിക് അവയർനെസ്, സിംബോളിക് അവയർനെസ്, പെർസെപ്ച്വൽ സ്കിൽ. അപ്പം 4 ഓപ്ഷനാണ്. നമ്മുടെ ചോദ്യം എന്താണ്? തിങ്ക് ആൻഡ് ടോക്ക് അബൌട്ട് ലാംഗ്വേജും. നമ്മൾ ഓൾറെഡി സൈക്കോളജിയിൽ ഒരു ഐഡിയ പഠിച്ചിട്ടുണ്ട്, മെറ്റാകോഗ്നീഷൻ. എന്തായിരുന്നു മെറ്റാകോഗ്നീഷൻ? തിങ്കിങ് എബൌട്ട് തിങ്കിങ്, ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഒരു ഹയർ ലെവലിലുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതേ കോണ്ടെക്സ്റ്റ് നമ്മൾ ലാംഗ്വേജിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ലാംഗ്വേജിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താകുമെന്ന് നോക്കാം. മെറ്റാലിംഗ്വിസ്റ്റിക് അവയർനെസ്. നോക്കിക്കേ, അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും ഉള്ള കഴിവ്. അപ്പോൾ ലാംഗ്വേജ് ആദ്യം മനസ്സിലാക്കണം, പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും കഴിയണം. അതിനെയാണ് മെറ്റാലിംഗ്വിസ്റ്റിക് അവയർനെസ് എന്ന് പറയുന്നത്. ഫോണീമിക് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടുകളെ കുറിച്ചുള്ള അവയർനെസ് ആണ്. സിംബോളിക് അവയർനെസ് എന്ന് പറയുമ്പോൾ സിംബൽസിനെ കുറിച്ചുള്ള അവയർനെസ് ആണ്. പെർസെപ്ച്വൽ സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സെൻസ് ഒരു കാര്യം കിട്ടി, അതിനെ നമ്മൾ മനസ്സിലാക്കി പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള സ്കില്ലാണ്. അപ്പം നമുക്കിവിടെ ആൻസർ എന്താ വരിക? മെറ്റാലിംഗ്വിസ്റ്റിക് അവയർനെസ് ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, എ ടീച്ചർ ക്യാൻ ഡെവലപ്പ് ദ ലിസണിങ് സ്കിൽ ഓഫ് എ ലാംഗ്വേജ് ലേണേഴ്സ് ബൈ. അപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ നമ്മളിപ്പോൾ സീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ ഈ ഒരു കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കും. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരേ ഐഡിയ തന്നെയാണ് അവർ പല രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ബേസ് ഉണ്ടെങ്കിൽ എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം കണ്ടെത്താം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്ത് സ്കില്ലാണ് നമുക്ക് LSRW സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിധത്തിലുള്ള ചോദ്യങ്ങൾ വരും. നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഫുള്ളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ആപ്പിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് വൈസുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ലിസണിങ് സ്കിൽസ് വളർത്തിക്കൊണ്ടുവരാൻ, ഡെവലപ്പ് ചെയ്യാൻ എന്താണ് വേണ്ടത്? മേക്കിംഗ് ദ ലേണേഴ്സ് ലിസൺ ടു എവറിത്തിങ് ദേ ഹിയർ പാസീവ്ലി, സ്പീക്കിംഗ് കണ്ടിന്യൂസ്ലി ടു ലേണേഴ്സ് ബോത്ത് within classroom and outside, focus only on listening skills without associating them with other language skill, creating opportunities for
for learners to listen to a variety of language sources and people and engaging in other listen activities. അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ ഉത്തരവെന്ന് സംശയമൊക്കെ തോന്നുമെങ്കിൽ ഒന്ന് ഇരുത്തി ചിന്തിക്കാം. കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ടീച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ഒന്ന് ചിന്തിച്ച് നോക്കി. ലാംഗ്വേജ് ആണ്, എന്ത് സ്കില്ലാണ് പറഞ്ഞേക്കുന്നത്? ലിസണിങ് സ്കില്ലാണ്. അപ്പം നമുക്ക് ഓരോ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലിസണിങ് സ്കില്ല് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന എന്താണ്? അവസരങ്ങൾ ഒരുക്കുക. നോക്കിക്കേ, കുട്ടികൾക്ക് എന്താണ് പല തരത്തിലുള്ള ലാംഗ്വേജ് സോഴ്സിൽ നിന്നും പീപ്പിളിൽ നിന്നും കേൾക്കാനുള്ള, അവർക്ക് ലിസൺ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കാം. അങ്ങനെ നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടുമ്പോഴാണ് കുട്ടിക്ക് അവിടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ലിസണിങ്ങിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? അവർക്ക് ലാംഗ്വേജ് ലിസണിങ് ആക്ടിവിറ്റീസിലൊക്കെ അവരെ എൻഗേജ് ചെയ്യിക്കുന്നു. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് ഈ പാസീവായിട്ട് കേൾക്കുക, ജസ്റ്റ് എന്താണ്, ജസ്റ്റ് ഇവിടേക്ക് എന്താണ് ഒരു പെരിഫറൽ ലെവലിൽ പറഞ്ഞു പോവുകയാണ് അല്ലേ. പക്ഷേ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എങ്ങനെ വന്നു? ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് വന്നു. എപ്പോഴും നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A teacher of class 5 is planning to teach grammar. Which one of the following might be a good strategy for teaching grammar? അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെ നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുമ്പോഴത്തേക്ക് എങ്ങനെ വേണം നോക്കാം. Asking students to carefully note down the rules from the blackboard, giving clear explanation of the rules with examples, asking students to do drill work only to learn rules, giving the practice of grammar in context as a strategy. കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെയും ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? പ്രാക്ടിക്കൽ യൂസേജ് അല്ലേ. കുട്ടികൾക്ക് എന്ത് കിട്ടണം? ലാംഗ്വേജിലേക്ക് എക്സ്പോഷർ കിട്ടണം. അല്ലാതെ നമ്മൾ ഒരുപാട് കാണാപ്പാഠം പഠിക്കുക, റോട്ട് ലേണിംഗ് ഒന്നും നമ്മൾക്ക് ആവശ്യമില്ല. അപ്പോൾ എന്ത് ആൻസർ വരും? ഗീവിങ് ദ പ്രാക്ടീസ് ഓഫ് ഗ്രാമർ കോണ്ടെക്സ്റ്റ് ആസ് എ സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജി ഒക്കെ അവർക്ക് കൊടുക്കുക. ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർക്ക് അതിനായിട്ടുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട്, ഒരു കോണ്ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് എന്താണ് പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അല്ലാതെ ഈ കെയർഫുള്ളി ഇത് നോട്ട് ഡൗൺ ചെയ്ത്, നമ്മളൊക്കെ ഒരു പക്ഷേ ചെറിയ ക്ലാസ്സിലൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഗ്രാമറൊക്കെ എന്താണ് ബൈ ഹാർട്ട് ചെയ്ത് റൂൾസ് ബ്ലാക്ക് ബോർഡിൽ നിന്ന് അതുപോലെ പകർത്തി എഴുതി, പിന്നെ ക്ലിയർ എക്സ്പ്ലനേഷനും റൂൾസും ഒക്കെ കേട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ എന്ത് ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പഠിക്കും. പക്ഷെ അതിനേക്കായി ഒക്കെ ഫലവത്തായത് എന്താണ്? കോണ്ടെക്സ്റ്റിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ട് അവിടെ വെച്ച് യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ സൈഡിൽ നമ്മൾ വരുമ്പോഴത്തേക്കും, ഒരു പ്രാക്ടിക്കൽ സൈഡിൽ വരുമ്പോഴത്തേക്കും ലാംഗ്വേജ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. എക്സ്പെഷ്യലി നമുക്ക് ഗ്രാമറൊക്കെ അങ്ങനെയാണ്, ആ ഒരു രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Theoretical positions and belief about the nature of language learning and the applicability of both to pedagogical settings is. അപ്പോൾ ചോദ്യമൊക്കെ കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും ഒന്നുമില്ല. കുറച്ച് തിയറിയാണ്, തിയററ്റിക്കൽ പൊസിഷൻസും ബിലീഫും ആണ്. എന്തിനെക്കുറിച്ചാണ്? ലാംഗ്വേജിനെ കുറിച്ച്. സിമ്പിളായിട്ട് പറയാം, ലാംഗ്വേജിനെ കുറിച്ചും ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ചും. നമുക്കൊരു പെഡഗോജിക്കൽ കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കബിലിറ്റിയെ കുറിച്ച് പറയുന്നത് എന്താണ്. പക്ഷേ ഈ ഒരു ചോദ്യം നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് ചോദിച്ചതുകൊണ്ടാണ് ശരിക്കും ജനറൽ ആയിട്ടൊരു ചോദ്യമാണ്. ഓപ്ഷൻ നോക്കാം. ടെക്നിക്കൽ, സിലബസ്, കണ്ടന്റ്, അപ്രോച്ചും. അപ്പം നോക്കിക്കേ, ജനറലായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. എപ്പോഴും നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്ന ആസ്പെക്റ്റിലോട്ട് വരുമ്പോഴും മറ്റെന്ത് പഠനമാണെങ്കിലും നമ്മൾ ജനറലായിട്ട് എന്തൊക്കെയുണ്ട്? അപ്രോച്ചസും ടെക്നിക്സും സ്ട്രാറ്റജീസും ഒക്കെ ഉണ്ട്. ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? തിയററ്റിക്കൽ പൊസിഷൻസ് ആൻഡ് ബിലീഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാര്യത്തിനെ കുറിച്ചുള്ള നമ്മുടെ എന്തായിരിക്കണം? അപ്രോച്ച് ആയിരിക്കണം, സമീപനമായിരിക്കണം അല്ലേ. അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യം വരുമ്പോഴും നമുക്ക് ഈ അപ്രോച്ച് ഉണ്ട്. പല രീതിയിൽ നമുക്ക് പഠിക്കാം. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് അപ്രോച്ചുകൾ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ വളരെ സിമ്പിളായിട്ട് ജനറലായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ നമ്മുടെ പെഡഗോജിക്കൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ കൊണ്ടുവന്നുകൊണ്ട് കൺഫ്യൂഷൻ തോന്നി. ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതികളാണ്. ഇപ്പോൾ ഈ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ജനറലായിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. എൻ്റെ മനസ്സിൽ ഒരു വീട് പണിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് പല രീതിയിലുള്ള അപ്രോച്ചുകൾ സ്വീകരിക്കും. എനിക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വീട് വെക്കാം, അല്ലെങ്കിൽ കുറച്ച് എന്താണ് അത്ര എക്കോ ഫ്രണ്ട്ലി അല്ലാതെ വെക്കാം. അതൊക്കെ ഓരോ അപ്രോച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ടെക്നിക്കിലോട്ട് വരണം. അപ്പം മനസ്സിലാക്കുക, അപ്രോച്ച് എന്ന് പറയുന്നൊരു ബ്രോഡായിട്ടുള്ള ഐഡിയ ആണ്. നമുക്കതിനെക്കുറിച്ചുള്ള ഒരു സമീപനമാണ്. പിന്നെ സിലബസ് എന്താണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കണ്ടന്റ് ഒക്കെ ജനറലായിട്ട് എന്താണ് നിങ്ങളെ തെറ്റിക്കാൻ ഇട്ടേക്കുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. 5 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്രയെണ്ണം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്